അപ്പൊ അറിഫ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതും തൊപ്പിയുടെ കോണ്ടന്റുമായിട്ട് ചെയ്തപ്പോഴത്തേക്ക്, അതായത് ഒരുപാട് ആൾക്കാർ അങ്ങനെ അളക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജ്ജനാനൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഉറപ്പായിട്ടും ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കോണ്ടന്റ് എന്നതേ പോലെ തന്നെ അപരാന്ത കോണ്ടന്റ് ആണ് ഗൈസ്. ഇത് നിർത്തണം ഇന്ന് നിർത്തും നാളെ നിർത്തുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. ഇത് അഫ്കോഴ്സ് ഇത് നിൽക്കാൻ പോകുന്നില്ല. ഇനി ഈ ഒരു യൂണിവേഴ്സിലോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുന്നവരാണെങ്കിലും അത്ര വെടിപ്പുള്ളവരല്ല, എല്ലാവരും സെയിം കാറ്റഗറി തന്നെയാണ്. അപ്പം നമുക്ക് ഇന്ന് പറയാനുള്ളത് സജന ഫിറോസ് റസൂൽ പൂക്കുട്ടി ആ വിഷയത്തിന്റെ കണ്ടിന്യൂസ് വേർഷൻ ആണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പം അപരാധ അക്കൗണ്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്ക് അടിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു സംഭവം ചെയ്യത്തില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് ദൈവത്തെ ഓർത്ത് ഒരു ഹൈപ്പ് ഒന്ന് കൊടുക്കണം. അപ്പം നമുക്ക് എന്താണേലും സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ സജനയുടെ വെളുപ്പിക്കൽ വീഡിയോയ്ക്ക് ശേഷം, അതായത് മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1.25 മണിക്കൂർ, അപ്രോക്സിമേറ്റ്ലി 2 മണിക്കൂർ നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു മറുനാടൻ മലയാളിയിൽ. അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ട്രിഗർ ചെയ്തുകൊണ്ട് നമ്മുടെ ദിയാസനയും വന്നിട്ടുണ്ടായിരുന്നു. ദിയാസന പറയുന്നത് എന്താണ്, ദിയാസനയും മറ്റു പലരും വന്നിട്ടുണ്ടായിരുന്നു. ആ പലരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സജന ഇങ്ങനെ കുനിച്ചു നിർത്തി കുടഞ്ഞാൽ തന്നെ മൂക്കിൽ നിന്ന് നമ്മുടെ MD സംഭവമില്ലേ, ആ പച്ചില കൽക്കണ്ടത്തിന്റെ പൊടിയോ പഞ്ചസാര പൊടിയോ കൂവപ്പൊടിയോ ആ സംഭവം അത് 1.5 കിലോ കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു അലിഗേഷനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫിറോസിനെ വെച്ചിട്ട് സജന പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് സ്വന്തം മകളുടെ പ്രായമുള്ള കുട്ടിയെ അതങ്ങനെ ആക്കാൻ നോക്കി, യൂസ് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ഫിറോസ് രംഗത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താണേലും അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഒരു വീഡിയോ ഇട്ടാൽ ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നുമല്ല. എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്. അപ്പോൾ ഇത്രയും 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ ഒതുങ്ങി പോകുമ്പോൾ വീണ്ടും മറ്റുള്ളവരുടെ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിൽ ഓരോന്ന് കൊണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല, അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, കഞ്ഞാടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല ആക്ച്വലി. ഇപ്പോൾ ഇനിയൊരു വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. വീണ്ടും ഗതികേട് വരാനൊരു ഗതികേട് വീണ്ടും അവൾ വന്നിട്ട് വായി തോന്നി എന്തോ വിളിച്ചു പറയുകയാണ്. അപ്പൊ ഇതിനകത്ത് അവള് ഒരു സ്ത്രീകളെ കുറിച്ചും ഒരു കുട്ടിയെ കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലോ. അപ്പം ഇയാള് കുളിപ്പിക്കാൻ വന്നേക്കുവാണ്. കയ്യിൽ ഉമ്മ വെച്ച കാര്യം എന്താണോ മറന്നുപോയതാവോ. അപ്പൊ ഫ്രഞ്ച് അല്ല, അപ്പൊ വീട്ടിൽ നിന്ന് കല്ല് പെറുക്കിക്കൊണ്ട് വരണം തോന്നുന്നു. കല്ലെറിഞ്ഞ് കൊള്ളാം നാട്ടുകാർക്ക് ഇട്ട് കൊടുത്തേക്കാണ്. എന്താണേലും ഇതല്ല നമ്മുടെ ഫിറോസ് അല്ലേ. ഫിറോസ് ഖാൻ ഇങ്ങനെയല്ല. നമ്മൾ കണ്ടതല്ലേ നമ്മുടെ ബിഗ് ബോസിൽ ഫിറോസ് ഇടിച്ചിടിച്ചിടിച്ച് ജഗജില്ലായിട്ട്. ഇപ്പൊ എന്തോ പറ്റി നടത്തില്ല. അളിയൻ അങ്ങ് വയ്യ, ക്ഷീണിച്ച് അയ്യോ ഭാവമായിട്ടാണ് വന്നിരുന്ന് വീഡിയോസിന്റെ മുന്നിൽ വന്നിരുന്ന് പറയുന്നത്. എവിടെ എന്തൊക്കെയോ ഒരു ചീഞ്ഞനാറ്റമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, സജനയും ശരിയല്ല, ഫിറോസ് ഖാനും ശരിയല്ല, ഇനി ഇതിനകത്ത് ഈ കോണിനകത്തോട്ട് വരുന്ന പലരും ശരിയല്ല. ഇതിനകത്ത് വരുന്ന പലരും അപരാധങ്ങളെ പീക്ക് ലെവലിൽ നിൽക്കുന്നതാണ്. ഇതിനകത്ത് അപരാധവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ നമുക്ക് ഗാലറി ഇരുന്ന് കളി കാണാം, ആരങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിക്കുന്ന തട്ടി തെറിപ്പിക്കാൻ നമുക്ക് കാണാം. ഇപ്പം വേൾഡ് കപ്പിന്റെ കാലമല്ല ആണല്ലോ. അപ്പൊ അവിടെ വേൾഡ് കപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇവിടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ കുറച്ച് അപരാധങ്ങൾ നടക്കുന്നുണ്ട്, അതും കാണാം. എന്താണെന്ന് അറിയത്തില്ലടാ, ഈ ഒരു 2025 മറ്റേ അജ്മൽ അമീറിന്റെ ആ ഒരു സമയം തൊട്ട് ഇങ്ങോട്ട് മൊത്തം അപരാധ കോണ്ടന്റ് മാത്രമേ ഈ സോഷ്യൽ മീഡിയ നമുക്ക് റിയാക്ട് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അതാണ് ഒരു മെയിൻ സബ്ജക്ട് സംഗതി എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറൊരു നല്ല കോണ്ടന്റ് കിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ട് തൊപ്പിയുടെ കാര്യം പിന്നെ പറയണ്ട. നമുക്ക് ഒരു വാക്ക് പോലും എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇയാൾ പറഞ്ഞത് എന്തൊക്കെ പൊരുത്തക്കേട്ടുണ്ട്. എന്നാലും ഇങ്ങേര് മിക്കപ്പോഴും വിത്ത് എവിഡൻസ് കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ സജന വന്നിട്ടാണെങ്കിൽ വിത്തൗട്ട് എവിഡൻസ് ആയിട്ടാണ്, ചുമ്മാ ഹിയർസേ, ചുമ്മാ എന്തെങ്കിലും നാക്കിട്ടടിച്ച് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും കാണാം. എന്നെ കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞ് ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഇത് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവളെടുത്ത് കാല് ഓടിക്കുന്നുണ്ട്. ആ ഓഡിയോ എടുത്ത് ആ വീഡിയോ എടുത്ത് കാണാൻ നീ, എന്നിട്ട് ആ 17ന്റെ കാര്യം അങ്ങനെയല്ല, നീ അത് ക്ലാരിറ്റി ചെയ്ത് ജനങ്ങളോട് ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്.
പക്ഷെ അത് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് ഒറ്റ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഈ പോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സുള്ള നീ പറഞ്ഞിട്ട് ക്ലാരിറ്റി ചെയ്യുക. അവൾ പറഞ്ഞു ഉമ്മക്കത്തിന്റെ കാര്യം അത് വന്നോളൂ, അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്ത ഒരു ലക്ഷമില്ലാണ് അപ്പോഴത്തേക്ക് അക്ക മറിഞ്ഞു പോകുന്നു. ആ സംഭാഷണത്തിനിടെ മറുനാടൻ മലയാളി പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ശരിയാണ്, നമുക്ക് കട്ട് ഭാഗങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് എന്തോ ഒരു പൊരുത്തക്കേടുകൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം കട്ട് ഭാഗങ്ങളാണെങ്കിലും എന്തൊക്കെയോ സംഭവങ്ങൾ അതിനകത്തുമുണ്ട്, ഇല്ല എന്ന് പറയരുത്. അപ്പം ഞാൻ പുണ്യവാളനാണ് അങ്ങനെ ആരും വൈറ്റ് ഭാഷ ഒന്നും അടിക്കാൻ നോക്കണ്ട. ഇതിനകത്ത് ഏറ്റവും കാട്ടുകള്ളൻ ആരാ എന്നുള്ള ഒരു ഇതിലേ ഉള്ളൂ, സംശയമില്ല. അതിനകത്ത് സജന തന്നെയാണ്. എല്ലാരും കള്ളന് കഞ്ഞി വെച്ച് A-class നമ്പർ 1 എന്താണ് ഊടായ്പ സെറ്റുകളാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഗാലറി ഇരുന്ന് കളി കാണാം, അത്രേ ഇതിനകത്തുള്ളൂ. 10 വർഷം ഒരു മനുഷ്യനെ ഇട്ട് നശിപ്പിച്ച് അവന്റെ ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? എന്നിട്ട് വീണ്ടും വീണ്ടും വന്ന് നീ എന്തായാലും വിജയിച്ചിരിക്കുന്ന ഒരാളല്ലേ, വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ വേണ്ടി റസൂലിന്റെ കളി തന്നെയാണ് ഉപദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്ന് അറിയാം. അവനൊരിക്കലും പുറത്തു വരത്തില്ല. അവൻ സജിനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാണ് സ്നേഹ വീണ്ടും വീണ്ടും ഇങ്ങനെ അറിയത്തില്ലടേ, ആരെ കളിപ്പിക്കാന്ന് അറിയത്തില്ല. സജിനെ നല്ല ഒന്നാമതിന് കളികാരിയാണെന്ന് മനസ്സിലായി. ഇനി റസൂലാണോ സജിനയാണോ ഇനി ഇവര് ആരാണ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രെഡിക്റ്റബിൾ ആണ് ഇവരുടെ യൂണിവേഴ്സ്. കളി കാണട്ടെ, കളി കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഈ വണ്ടി ഇടിച്ചു നിൽക്കുവാണെങ്കിൽ അന്ന് നമുക്ക് നോക്കാം. ഇത് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഇടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്തുപാടി സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ് ഇമാതിരി ഓഞ്ഞ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വെച്ചോണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല. എന്തൊക്കെ കഥകളാണ് പൊങ്ങി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാണ്. ഒന്നാണ് ഉളുപ്പുമില്ലേ. റിസൾട്ട് കൊണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഈ സെറ്റിട്ടെങ്കിലും അത് കിടന്ന് വാരാൻ കഴിഞ്ഞു മനുഷ്യ? ഒരു രക്ഷയില്ല. എന്റെ ജീവിതം എന്നോട് ചോദ്യചിഹ്നമാക്കിയത് ഞാനൊരു MDMA ഉപയോഗിക്കുന്ന ആളാണോ ഡീലറാണോ എന്ന രീതിയിലാണ്. അതും ഇനി ഇതിനകത്ത് വേറൊരു അലിഗേഷൻ എന്ന് പറഞ്ഞാല് ദിയാസനെ കുറിച്ച് ഒരു ചെറിയ ഒരു അലിഗേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ കൂവപ്പൊടി ഉപയോഗിച്ചിരുന്ന, അതായത് വീട്ടിൽ വന്ന് കൂവപ്പൊടി ദിയാസനെ ഉപയോഗിച്ചു ഇരുന്നുള്ള ഒരു സംഭവം. അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ദിയ പുള്ളിക്കാരുടെ അക്കൗണ്ട് വഴിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചാനലില് സിറ്റി ലൈൻ എന്ന് പറഞ്ഞ ചാനലിലും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വന്നു. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിൽ എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റ് ആയ ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം പരാതി കൊടുത്തു. അപ്പൊ ഡീഫോമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജിന ഇവരെ രണ്ടുപേരും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. തൃശ്ശൂർ പൂരത്തിന് മുമ്പ് നമ്മൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തുമല്ലോ, അതുപോലത്തെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇനി പൊട്ടാൻ ഗജനകൾ ബാക്കിയാണ്. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ? എന്നെ പൊന്നു റസൂൽ പൂക്കുട്ടി, എന്തൊക്കെയാണ്? പാലക്കാട് 2 പേര്, കൊല്ലത്ത് 2 പേര്, കൊല്ലത്ത് സജന കൂടാതെ വേറെ ആളും കൂടെ. അതിന്റെ ഇടയിൽ ഒരു 10-40 ലക്ഷം രൂപയോളം എന്താണ് റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു 3-3.5 കോടി ഒപ്പിച്ചില്ലെങ്കിലും 40 ലക്ഷം ഒക്കെ പുള്ളിക്കാരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പുള്ളി തന്നെ വന്നിരുന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എന്ത് ആയില്ലെങ്കിൽ അതൊക്കെ വെക്കുന്നതായിരിക്കും. ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ ചേച്ചി. ഞങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടിയാൽ മതി. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. ചേച്ചിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ വന്ന് പറഞ്ഞിട്ട് പോകണം. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണേലും ഈ ഒരു യൂണിവേഴ്സിലോട്ട് നമ്മുടെ ദിയാസന എൻട്രി ആയേക്കാണ്. എങ്ങനെ എൻട്രി ആവും? എനിക്ക് കുറച്ച് 10 പറയാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറുനാടൻ മലയാളിലൂടെ ദിയാസന എടുത്തിട്ടത്. തീർന്നില്ല സംഗതി.
ഇനി എന്തൊക്കെ മാലപ്പടക്കം പോലെ പൊട്ടാനുണ്ട് എന്ന് ഭഗവാനും ഇവമാർക്കും മാത്രം അറിയുന്നു. ഒന്നാമതേതരം എല്ലാം ചീഞ്ഞളിഞ്ഞ നാറിയ നാറ്റ കേസുകളാണ്, സെപ്റ്റിക് ടാങ്ക് കേസുകളാണ്. നല്ലതൊന്നും പ്രതീക്ഷിക്കരുതേ. എത്ര കേസുകൾ പൊങ്ങാൻ കിടക്കുന്നു. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നീ തെറ്റുകൾ ചെയ്തിട്ടാണ് നീ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യാത്തവർ ഓരോ ആൾക്കാരെ നീ വലിച്ചിടുമ്പോഴത്തേക്ക് എപ്പോഴും തെറ്റിനെ മറയ്ക്കാൻ വലിയ പാടാണ്. തെറ്റ് ചെയ്യാത്തവർ അവർ രക്ഷപ്പെടും, അതൊരു ദൈവനീതിയാണ്. നീ വീണ്ടും ഇങ്ങനെ എഴുതാതെ ഞാൻ ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ, എന്റെ കുഞ്ഞിന് നീ എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് പോലും നീ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നില്ല. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ അല്ലെങ്കിൽ ഞാൻ അത് ആ ഒറ്റ കാര്യം കേസുമായിട്ട് ഞാൻ പോകും. കാരണം ഇത്രയും ഞാൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്കും അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിക്ക്. കാരണം നിങ്ങൾ കള്ള കേസിൽ കൊടുക്കുമെന്ന് അറിയുന്ന വലിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എന്നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴാണോടോ എന്താണ് പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ആലോചനയൊക്കെ വന്നത്? എന്ത് നേരത്തെ ഒന്നും ആലോചനയൊന്നും ഇല്ല. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് കുഞ്ഞിനെ വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം തന്നെ. അതിനുള്ള നിയമ നടപടികൾ നോക്കണം. ഒരു 2500 2000 രൂപ എങ്ങടെ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ എന്നാണല്ലോ സജ്ജന വന്ന് പറഞ്ഞത്. അതുപോലെ ഇപ്പൊ എന്താണ് ഇങ്ങനെ ഈ ഒരു യേശുക്രിസ്തുവിന്റെ സ്റ്റൈലിൽ വന്നിരുന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഫിറോസ് ഖാൻ ഇങ്ങനെയല്ല ഗൈസ്. ഇതെന്റെ ഫിറോസ് ഖാൻ അല്ല, ഇതല്ല നമ്മുടെ ഫിറോസ് ഖാൻ. നമ്മുടെ ഫിറോസ് ഖാൻ വേറെയാണ്, നമ്മൾ കണ്ടാണല്ലോ അല്ലെ. അപ്പം ശരി. അപ്പം എന്തൊക്കെ ആയാലും എല്ലാം എന്തൊക്കെയോ ഒരു ചീഞ്ഞനാറ്റമാണ് ഇവിടെ സ്മെല്ലായിട്ട് വരുന്നത്, വേറെ ഒന്നും ഇല്ല. പിന്നെ നീ നിന്റെ കൂട്ടുകാരികൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു കൂട്ടുകാരി എനിക്ക് നിന്റെ ഗൾഫിലുള്ള ആ സുഹൃത്തിന്റെ ഒരു ഓഡിയോ ഒന്നെന്തായാലും കേട്ടു. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയില്. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷൻ. ഇതെന്ന് പറഞ്ഞാല് ഈ സജനയില് ദുബായി കൊണ്ടുപോയ സുഹൃത്തുണ്ട് റോഷ്നി. അപ്പൊ അവിടെ ചെന്ന് പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ റസൂൽ പൂക്കുട്ടി ഇവരെ രക്ഷിച്ചോണ്ട് പോയി എന്നൊക്കെ സജന മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സമയക്കുറവ് കൊണ്ട് നമ്മൾ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നില്ല. അപ്പം അതിന്റെ ഒരു മറുപടി ആയിട്ട് എന്ന പോലെ ഈ റോഷ്നിയുടെ ഒരു വോയിസ് ആണ് ഫിറോസ് ഖാൻ വിടുന്നത്. അപ്പൊ നമുക്ക് അത് കേട്ട് നോക്കാം. അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അത് അല്ലാത്ത ആൾക്കാരുടെ പേര് ഞാൻ സജന ഇവള് പറയുന്നുണ്ട്. ഞാൻ എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അത് അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോകണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ മൂവിയുടെ ഇതിന്റെ ഒരു പാട്ടിന്റെ സീനൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടിയും ലക്ഷ്മിയും അവർ സ്വന്തം പൈസക്ക് ദുബായിൽ വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തി എന്നാണ് മുമ്പേ ഒരു സജ്ജന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴേ ഇവര് വന്ന് റോഷി എന്ന് പറഞ്ഞ ഇവര് വന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് ഏതാണ് വിശ്വസിക്കേണ്ടത്? അത് മാത്രമല്ല ഇവര് പറയുന്നു സജനയുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ കൊട്ടിയെടുത്താൽ 3-3.5 കിലോ നമ്മൾ കൂവപ്പൊടി കിട്ടുമെന്ന് പറയുന്നു. എന്താണെടോ ഇത്? എന്തൊരു സംഭവമാണ് ഇത്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവർ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മൾ ഇവരുടെ പല രീതിയിലും പല വീഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞുകൊണ്ട് എന്ത് അടിച്ചു കയറ്റിട്ടാണ് ഈ മാതിരി തൊട്ടി വർത്താനം പറഞ്ഞെന്ന് അറിയത്തില്ല. നമ്മൾക്ക് എന്റെ ചന്തകൾ മീൻ ചന്തയെ പോലും ഇല്ലാത്ത സൈസ് വർത്താനങ്ങളാണ് സജനയുടെ വായിന്നൊക്കെ വരുന്നത്. എന്തുമാത്രം തൊട്ടി വർത്താനമാണെന്നറിയോ? ഇമാതിരി സാധനങ്ങളൊക്കെ അടിച്ചു കേട്ടിട്ടായിരിക്കും അമ്മാതിരി വർത്താനം പറയുന്നത്. പിന്നെ ഒരു ഫോട്ടോസ് വെച്ചിരുന്നല്ലോ, ഞാൻ 3 വീക്ക് പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞത്. അതിനകത്ത് നമ്മുടെ പൂക്കുട്ടിയണ്ണന്റെ ഒരു ഫോട്ടോ വെച്ചിരുന്നു. അപ്പോഴും ഞാൻ എന്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, എന്ത് സാധനം അടിച്ചു കേട്ടിട്ടാണ് ഈ ഫോട്ടോസ് എടുത്ത് പബ്ലിക് ആക്കിയേക്കുന്നത്, അങ്ങനെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ടാണ് ഫോട്ടോസ് എടുത്തേക്കുന്നത്. അമ്മാതിരി ഐറ്റം ഒക്കെയാണ് പടച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ എന്താണേലും ഇനി മുന്നോട്ടുള്ളത് തൊപ്പി യൂണിവേഴ്സിനെക്കാളും തൊപ്പി ഫയലിനെക്കാളും കടകട്ട ഫയലായിരിക്കും സജന ഫിറോസ് പൂക്കുട്ടി ഫയൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇമാതിരി തൊട്ടി കോണ്ടന്റ് എന്റെ പൊന്നളിയാ ഒന്നും പറയണ്ട. ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. അപ്പൊ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ വേണതേ റസൂൽപൂക്കുട്ടി മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ അവളോട് ആടി എനിക്ക് അയക്കേണ്ടത് നിനക്ക് ഇത് മെസ്സേജ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം
അപ്പത്തേക്ക് എന്റെ പൊന്നളിയാ മോനെ പൂക്കുട്ടി എന്തുവാടെ ഇത്, ഇത്ര തൊട്ടിയാണോ, ഇത്ര കോഴിത്തരമാണോ, കോഴികൾക്ക് പോലും അപമാനമാണ്. ഒരു കോഴി യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മെയിൻ പ്രസിഡന്റ് തലപ്പത്ത് ഇരുത്താൻ വേണ്ടി ഒരു പൂക്കുറ്റിയെ ഉണ്ടാക്കാം. അപ്പം എന്തായാലും ഇങ്ങനെ പൂക്കുറ്റി ഇനി കണ്ണി കണ്ടവർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് കൊടുക്കുമ്പോഴാണ് അത് സജനയും എമാതിരി ഒരു സംഭവമായിരുന്നു. സജന കറക്റ്റായിട്ട് കുത്തിന്ന് മാത്രമല്ല നല്ലതായിട്ട് വലിച്ചടിപ്പിക്കുകയും ചെയ്തു. അപ്പം അതാണ് ഇപ്പൊ പൂക്കുറ്റി കിടന്നിട്ട് കാലും കൈയിട്ട് അടിക്കുന്നത്. പൂക്കുറ്റി ഇതിനു മുമ്പ് ഇതുപോലെ ഒരു മരണത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങേർക്ക് ഇത് തന്നെ വേണം. ഇത് തീർക്കാൻ പോയതല്ലേ, അപ്പൊ കുറച്ചൊന്ന് അനുഭവിക്കുക കേട്ടോ. ചോദിച്ചു വാങ്ങിച്ചില്ല, ആവശ്യം. ഇത് പറയുന്ന കാര്യം എന്നാന്നറിയോ, ഇദ്ദേഹത്തിന്റെ വൈഫ്, അതായത് റസൂൽ പൂക്കുട്ടി, ഇദ്ദേഹം ഒന്നും പറയല്ല, അമ്മാതിരി ചെറ്റത്തര കാണിച്ചത്. ഈ ചെറ്റയുടെ വൈഫ് എന്താണ് ക്യാൻസർ ആയിട്ട് കിടക്കുകയാണ്. റസൂൽ പൂക്കുട്ടിയുടെ വൈഫ് ക്യാൻസർ ആയിട്ട് അത്രയും സ്റ്റേജിൽ കിടക്കുമ്പോഴാണ് ഈ ചെറ്റത്തരം കണ്ടവന്റെ വീട്ടിലെ ചെറ്റ പൊക്കാൻ വേണ്ടി പോകുന്നത്. പൊന്നു മോനെ, നിന്നെയൊക്കെ എന്ത് പറയണം, നമ്മൾ ഒന്നും പറയുന്നില്ല, യൂട്യൂബായി പോയി, അല്ലെങ്കിൽ 10 പറഞ്ഞിട്ട് പോകായിരുന്നു. സ്വന്തം ഭാര്യ ഇന്നോ നാളെന്ന് പറഞ്ഞ് കിടക്കുമ്പോ അമ്മാതിരി വേറെ കോണ്ടന്റ് ആയിട്ട് ചെയ്യാൻ ഗൈസ്. വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. ഈ കാന്തന്റെ ശേഷം അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ എല്ലാരും ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ പ്രശ്നം ഇക്കമാരാണ് പുള്ളിക്കാരുടെ വീക്കെൻഡ്സ്. പുള്ളിക്കാരിക്ക് തീർക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ തീർത്ത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ തീർത്തിട്ടും തീരാതെ നടക്കുന്ന എന്തോ ഒരു ഐറ്റമാണ് സജന എന്നാണ് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം. അപ്പം ഞാൻ ഇത് ഒരുപാട് കുറച്ച് ലെന്തി ആയിട്ടുണ്ട്. ഞാനിതിവിടെ